every non-zero ring R has at least two ideals. അപ്പോൾ പറയണത് എന്താ, ഏത് റിങ് എടുത്താലും ആ റിങ്ങിന് രണ്ട് ഐഡിയൽസ് ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ഒരു ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഇംപ്രോപ്പറായിട്ടുള്ള ഐഡിയൽ ആര്, ആറ് തന്നെ. ഏത് ആറെടുത്താലും ആറ് തന്നെ അതിൻ്റെ ഒരു ഐഡിയലായിരിക്കും അല്ലേ. ഇനി സിംഗിൾട്ടൺ സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഒരു ട്രിവിയൽ ഐഡിയലായിരിക്കും. ഓക്കെ, ഈ രണ്ട് ഐഡിയൽ എല്ലാ സമയത്തും അതിന് ഉണ്ടാവും. സോ ഒരു പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയ ഓഫ് എ റിംഗ് ആർ is an ideal n of r such that n not equal to r and n not equal to singleton 0. അതായത് സീറോയും ആറും അല്ലാത്ത ഐഡിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോപ്പർ ഐഡിയൽസ്. ഓക്കെ, പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഓക്കെ, ഇനി ഇപ്പോൾ പറയുന്ന തീരം എന്താ, ഇഫ് ആർ ഈസ് എ യൂണിറ്റ് വിത്ത് റിംഗ് വിത്ത് യൂണിറ്റി then n is an ideal of r containing a unit then n equal to r. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു റിങ് തന്നിട്ടുണ്ട് അല്ലേ, ഒരു ആർ എന്ന് പറഞ്ഞ റിങ് തന്നിട്ടുണ്ട്. പറയുകയാണ് അതിനകത്തൊരു യൂണിറ്റ് എന്ന് പറഞ്ഞ ആളുണ്ടെന്ന് പറയുകയാണ്. ലെറ്റ് എ ബിലോങ്സ് ടു ആർ ആൻഡ് എ ഈസ് എ യൂണിറ്റ്. യൂണിറ്റാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, യൂണിറ്റാന്ന് പറഞ്ഞ അർത്ഥം there exists a b element of the ring such that ab equal to 1 ആണ് അർത്ഥം. അതായത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, റിങ്ങിൽ ഉണ്ടെന്നുള്ളതാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം അല്ലേ. അപ്പോൾ എന്താണ് പ്രത്യേകത ഉണ്ടാവുക, ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെയുള്ളതാണ്, റിങ്ങിലുണ്ട്. അതിന് മാത്രം ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എ ഈസ് എവിടെയുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്, ആർ ഇസ് എ റിംഗ് വിത്ത് യൂണിറ്റി, എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ കണ്ടെയ്നിങ് എ യൂണിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എവിടെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യേണ്ടത്, എ റിങ്ങിലുള്ള ആളാണ് പ്ലസ് എക്സെട്ര. നമ്മൾ എന്താ അസ്യൂം ചെയ്യേണ്ടത്, എ ഐഡിയൽ, ഇവിടെ എൻ ആണ് ഐഡിയൽ എടുത്തിട്ടുള്ളത്, എ എന്നിലുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം അല്ലേ. എ എന്നിലുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം, എ യൂണിറ്റ് ആയതുകൊണ്ട് ബി എവിടെ ഉണ്ടാവും, ആറിലുണ്ടാവും അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം സംഭവിക്കും, ആറിലെ എലമെൻ്റായിട്ട് ബിനെ എടുത്തു. അപ്പോൾ എ ഇൻറ്റു ബി അല്ലെങ്കിൽ ബി ഇൻറ്റു എ, കമ്മ്യൂട്ടേറ്റീവ് ആണ് ഇവിടെ ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റീവ് റിങ്സുകളാണ് കൂടുതലും കൺസിഡർ ചെയ്യുന്നത്. സോ എ ബി ചെയ്താലും ബി എ ചെയ്താലും എഫക്റ്റ് സെയിം ആണ്. സോ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു എന്ത് വരും, 1 വരും. പക്ഷേ എൻ എന്താണ്, എൻ ഐഡിയലാണ് തന്നിട്ടുണ്ട്. എൻ ഐഡിയൽ ആയതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടാവണം, ഐഡിയൽ ഉണ്ടാവണം. ദാറ്റ് മീൻസ് 1 ബിലോങ്സ് ടു എൻ. 1 എന്നിലുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇത് യൂണിറ്റ് അല്ല യൂണിറ്റി ആണ് ആര്, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 1 എലമെൻറ്റ് ഓഫ് എൻ ആണെങ്കിൽ എന്തുണ്ടാവും, റിങ്ങിലെ ഏത് ആർ എലമെൻറ്റ് ഓഫ് ആർ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാം, ആർ ഇൻറ്റു 1 മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം 1 എവിടെയുള്ള ആളാണ്, 1 ഈ ഐഡിയലിലുള്ള ആളാണ്. അപ്പോൾ ഐഡിയലുള്ള ഒരാളിനെ റിങ്ങിലെ ഒരാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എവിടേക്ക് വരണത്, ഐഡിയലിലോട്ട് വരും. എന്തുകൊണ്ട്, അതാണ് ഡെഫിനിഷൻ അല്ലേ. ദാറ്റ് ഈസ് ആർ ഇൻറ്റു 1 പക്ഷേ ആരാ, ആറാണ്. ദാറ്റ് ഈസ് ആർ ബിലോങ്സ് ടു എവിടെയായിരിക്കണം, എൻ ബൈ ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ. അപ്പോൾ എന്ത് കിട്ടി, ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ അല്ലേ. ആൾറെഡി എന്ത് നമുക്കറിയാം, ഐഡിയൽ ആണെങ്കിൽ എൻ സബ്സെറ്റ് ഓഫ് ആർ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി, സബ്സെറ്റ് ഓർ ഈക്വൽ ടു, ഇവിടെ സബ്സെറ്റ് ഓർ ഈക്വൽ ടു. ദാറ്റ് ഈസ് എന്ത് കിട്ടിയപ്പോൾ ആർ ഈക്വൽ ടു എൻ. അപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത് ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞ ഒരാൾ യൂണിറ്റ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ എന്തുണ്ടാവും, അതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉള്ളതുകൊണ്ട് ഗുണിക്കുമ്പോൾ എവിടെ തന്നെ വരണം, എൻ ഐഡിയൽ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണതിൻ്റെ ഉത്തരം എന്താണോ അത് എന്നിനകത്ത് തന്നെ വരണം. അപ്പോൾ 1 എവിടെ ഉണ്ടാവും, എന്നിനകത്തുണ്ടാവും. 1 എന്നിനകത്തുണ്ടായാൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും, 6 എവിടെ തന്നെ ഉണ്ടാവും, എന്നിലുണ്ടാവും ഫോർ എവരി ആറിന്. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു എൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ റിസൾട്ട് ഇതാണ്. ഒന്നുകിൽ 1 ഐഡിയലിനകത്തുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റ് എലമെൻറ്റ് എലമെൻറ്റ് ഓഫ് ഐഡിയൽ എൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഐഡിയൽ ആരായി മാറും, ഫുൾ റിംഗ് ആയി മാറുന്നതാണ് ഇവിടെ പറഞ്ഞ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അതിനെ ഇവിടെ എഴുതിയിട്ടുള്ളൂ. let n be an ideal of R. Suppose that U belongs to n, for some unit U, then the condition Rn contained or equal to n for every R implies
if you take R equal to U inverse U element of n, 1 is equal to U inverse U is in n, but Rn contained or equal to n for all R element of R implies that R dot 1 equal to R, R in R for R element of R and R equal to n equal to R. Okay. അടുത്തെന്താ പറയണേ? A field contains no proper non-trivial ideals. എന്താ പറയണത്? A field contains no proper non-trivial ideals. എന്താ അതിൻ്റെ കാര്യം? ഫീൽഡാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? നമ്മളൊരു ഫീൽഡ് എടുത്തു, എഫ് എന്നൊരു ഫീൽഡ് എടുത്തു. ഈ ഫീൽഡിൻ്റെ പ്രത്യേകത എന്താ ഒന്നാമത് ആലോചിക്കുക. ഉറപ്പായിട്ടും ആര് ഐഡിയലായിരിക്കും? സിംഗിൾട്ടൺ 0 ഒരു ഐഡിയലായിരിക്കും ഉറപ്പായി. എഫ് ഇറ്റ് സെൽഫ് ഒരു ഐഡിയലായിരിക്കും. ഇത് രണ്ടും പക്ഷേ നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഐഡിയൽസാണ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള നോൺ ട്രിവിയലും, അതായത് നോൺ ട്രിവിയൽ അല്ല, ട്രിവിയലും ഇംപ്രോപ്പറും ആയിട്ടുള്ള ഐഡിയൽസാണ്. ഇനി ഈ രണ്ടിൻ്റെ ഇടയിലുള്ള ഏത് സബ്സെറ്റ് എടുത്താലും അല്ലേ, സിംഗിൾട്ടൺ 0 സബ്സെറ്റ് ഓഫ് എൻ സബ്സെറ്റ് ഓഫ് എഫ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഐഡിയൽ എടുത്തു എന്ന് വിചാരിക്കുക. പ്രോപ്പർ ഐഡിയൽ എടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കുക. ഏത് പ്രോപ്പർ ഐഡിയൽ എടുത്താലും ഉറപ്പായിട്ടും എന്തുണ്ടാവും. അപ്പോൾ ലെറ്റ് എ ബിലോങ്സ് ടു എൻ ആൻഡ് എ നോട്ട് ഈക്വൽ ടു 0, അതായത് 0 അല്ലാത്ത ഒരു എലമെൻറ്റെങ്കിലും എവിടെ ഉണ്ടാവും. അപ്പോൾ എന്നിനകത്ത് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അല്ലേ. പക്ഷേ എ നോട്ട് ഈക്വൽ ടു 0 ആയാൽ എ എവിടെയുള്ളതാണ്? എന്നിലുള്ളതാണ്. എൻ എന്ന് പറയുന്നത് ആരുടെ സബ്സെറ്റാണ്? എഫിൻ്റെ സബ്സെറ്റാണ്. എഫിൻ്റെ പ്രത്യേകത എന്താ? എഫ് ഒരു ഫീൽഡാണ് അല്ലേ. എഫ് ഫീൽഡ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഏത് നോൺ സീറോ എലമെൻ്റ് എടുത്താലും അത് എന്തായിരിക്കും? ഒരു യൂണിറ്റ് ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എ ഈസ് എ യൂണിറ്റ്. എ യൂണിറ്റ് ആണ്. എൻ ഐഡിയൽ ആയാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി എൻ ഐഡിയലായ തൊട്ട് മുമ്പത്തെ തീരത്തിൽ നമ്മൾ പറഞ്ഞു എന്ത്? എൻ ഐഡിയൽ ആയാൽ എ എന്ന് പറഞ്ഞ യൂണിറ്റ് ഐഡിയലിനകത്ത് ഉണ്ടെങ്കിൽ എന്നിന് എന്താവാനേ പറ്റുള്ളൂ? ദെൻ എൻ ഈക്വൽ ടു ഫുൾ എഫ് ആവാനേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയത് എന്താ? ഏതെങ്കിലും നമ്മൾ എടുക്കുന്നത് ഒരു ഫീൽഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഫീൽഡിന് ഫീൽഡായാൽ ഫീൽഡിന് രണ്ടേ രണ്ട് ഐഡിയൽസേ ഉണ്ടാവുള്ളൂ, സിംഗിൾട്ടൺ 0 എഫും മാത്രം. കാരണം ഏത് വേറെ സബ്സെറ്റ് എടുത്താലും അതിനകത്ത് ആരുണ്ടാവും? ഏതെങ്കിലും ഒരു യൂണിറ്റ് ഉണ്ടാവും. യൂണിറ്റ് ഉള്ളതുകൊണ്ട് ആ ഐഡിയലിന് ആരായേ പറ്റുള്ളൂ? ഫുൾ സ്പേസ് ആയേ പറ്റുള്ളൂ. ഓക്കെ. Since every non-zero element of a field is a unit, it follows from the theorem that an ideal of f that is either 0 or all of f. Okay. Now comes the maximal and prime ideals. A maximal ideal, our definition പേരിൽ പറയുന്ന പോലെ തന്നെയാണ്. A maximal ideal of a ring R is an ideal M different from R such that there is no proper ideal N of R properly containing M. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരാൾ മാക്സിമൽ ഐഡിയലാന്ന് പറയണമെങ്കിൽ എം എന്തായിരിക്കണം? ആദ്യം പ്രോപ്പർ ഐഡിയൽ ഓഫ് ആരായിരിക്കണം? ദ റിംഗ് ആർ ആയിരിക്കണം. അതായത് എം ഈക്വൽ ടു എന്ത് പറ്റില്ല? എം ഈക്വൽ ടു ആർ പറ്റില്ല. ഓക്കെ, ദിസ് ഈസ് നോട്ട് പോസിബിൾ. സോ എന്താ പറയുക? എം സ്ട്രിക്ട്ലി സബ്സെറ്റ് ഓഫ് ആർ ആയിരിക്കണം. മാത്രമല്ല എന്താണ്? ഇതിനേക്കാളും വലിയൊരു ഐഡിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ദർ എക്സിസ്റ്റ് എൻ ഉണ്ടെന്ന് വിചാരിച്ചു. ആൻഡ് എം കണ്ടെയ്ൻഡ് ഇൻ എൻ കണ്ടെയ്ൻഡ് ഇൻ ആർ ആണെങ്കിൽ എന്ത് സംഭവിച്ചേ പറ്റുള്ളൂ? ഒന്നെങ്കിൽ എൻ ഈക്വൽ ടു ആരായിരിക്കണം? എം ആയിരിക്കണം. അല്ലെങ്കിൽ എൻ ഈക്വൽ ടു ആരായിരിക്കണം? ആർ ആയിരിക്കണം. ദാറ്റ് ഈസ് അപ്പോൾ യഥാർത്ഥത്തിൽ പറയുന്നത് എന്താ? ഈ പർട്ടിക്കുലർ ഐഡിയലിനേക്കാളും വലുതായിട്ടൊരു ഐഡിയൽ ആർക്ക് ഉണ്ടാവാൻ പാടില്ല? ഈ എമ്മിനേക്കാളും വലുതായിട്ടുള്ള ആസ് എ സബ്സെറ്റ് എന്നുള്ള രീതിയിൽ വലുതായിട്ടുള്ള ഒരു പ്രോപ്പർ ഐഡിയൽ ആർക്ക് ഉണ്ടാവാൻ പാടില്ല? ദ റിങ്ങിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. കൺസിഡർ, നമുക്ക് ആരെ എടുക്കാം? സെഡ് എടുക്കാം. സെഡിൻ്റെ ഐഡിയൽസൊക്കെ ആരാന്നറിയാം? നമുക്ക് എൻ സെഡ് ആണെന്നറിയാം. അതിൽ ഞാൻ എടുക്കണു ആരെ? 2Z എടുക്കണം. ഓക്കെ, എൻ്റെ എൻ ആണ്, എൻ്റെ എം ആണ് ഞാൻ എടുക്കുന്നത് 2Z. 2Zനും സെഡിൻ്റെ ഇടയിൽ ഒരു ഐഡിയൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, കാരണം 2Zൻ്റെയും സെഡിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇനി ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് മീൻസ് 2Z എന്തായി മാറും? 2Z ഈസ് എ മാക്സിമൽ
ഐഡിയൽ. ഇനി നോക്കുക, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, സെഡിൻ്റെ ഐഡിയൽസ് ഒക്കെ ഇരിക്കുന്ന ഫോർമാറ്റ് എന്താ? എൻ സെഡ് എന്ന് പറഞ്ഞാണ് ഇരിക്കുക. എപ്പോഴാണ് ഒരു എൻ സെഡ് സബ്സെറ്റ് ഓഫ് എം സെഡ് ആവുക? ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് സംഭവിക്കുക? ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? എം ഡിവൈഡ്സ് എൻ ആയിരിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ്? എൻ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സ് ഇരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് സം എൻ ഇൻറ്റു എ ഫോർ എവരി എ എലമെൻറ്റ് ഓഫ് സെഡ് ആണ്. എം സെറ്റിലെ ആൾക്കാരിരിക്കുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സം എം ഇൻറ്റു ബി ഫോർ എവരി ബി എലമെൻറ്റ് ഓഫ് സെഡ് ആണ്, അല്ലേ? എൻ സെഡ് എം സെഡിൻ്റെ സബ്സെറ്റാന്ന് പറഞ്ഞ അർത്ഥം എൻ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുന്ന അർത്ഥം സം എം ഇൻറ്റു ബി എന്ന് എഴുതാൻ പറ്റുന്ന അർത്ഥം. ദാറ്റ് ഇംപ്ലൈസ് എന്താണെന്ന് അർത്ഥം? എം ഡിവൈഡ്സ് എൻ ആണ്. സോ എൻ സെഡ് സബ്സെറ്റ് ഓഫ് എം സെഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എം ഡിവൈഡ്സ് എൻ ആയാലേ എൻ സെഡ് സബ്സെറ്റ് ഓഫ് എം സെഡ് വരുള്ളൂ. ഓക്കെ, അതായത് എം ഡിവൈഡ്സ് എൻ ഇംപ്ലൈസ് എൻ സെഡ് സബ്സെറ്റ് ഓഫ് എം സെഡ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ അറിയാം. അങ്ങനെയാണെങ്കിൽ 2z സബ്സെറ്റ് ഓഫ് സം എൻ സെഡ് ആവണമെങ്കിൽ എന്താ പോസിബിലിറ്റി ഉള്ളത്? ഈ n എന്ന് പറഞ്ഞ നമ്പർ ആരെ ഡിവൈഡ് ചെയ്യണം? 2നെ ഡിവൈഡ് ചെയ്യണം. n 2നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? n പോസിബിലിറ്റി n ഈക്വൽ ടു 1 ഓർ n ഈക്വൽ ടു 2. n ഈക്വൽ ടു 1 ആണെങ്കിൽ അത് z തന്നെയാവും, അല്ലേ? n സെറ്റ്. n ഈക്വൽ ടു 2 ആണെങ്കിൽ ആരായി മാറും? 2z ആയി മാറും, അല്ലേ? ദാറ്റ് മീൻസ് ഈ n സെറ്റിന് എന്ത് പോസിബിലിറ്റി ഉള്ളൂ? ഒന്നെങ്കിൽ z ആവുക അല്ലെങ്കിൽ 2z ആയി മാറുക. That means 2z is a maximal ideal of z. Clearly. അപ്പോൾ 2zൻ്റെ പ്രത്യേകത 2നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേറെ നമ്പർ ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ, അല്ലേ? അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സിനാണ് ആ പ്രത്യേകതയുള്ളത്? നമുക്കറിയാം പി സെറ്റ്, നമ്മുടെ പ്രൈം നമ്പർ എടുത്താൽ ഏത് പി സെറ്റ് എടുത്താലും പി സെറ്റിനും സെറ്റിൻ്റെയും ഇടയിൽ ഒരു ഐഡിയൽ ഉണ്ടെങ്കിൽ ആ ഐഡിയൽ ഏത് രൂപത്തിലായിരിക്കുക? സം എൻ സെഡ് എന്നുള്ള ഫോർമാറ്റിലാണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ പർട്ടിക്കുലർ എന്നിനെ ആരെ ഡിവൈഡ് ചെയ്യണം? പീനെ ഡിവൈഡ് ചെയ്യണം. പക്ഷേ എൻ ഡിവൈഡ്സ് പി പ്രൈം ആയതുകൊണ്ട് എന്താ പറ്റുക? എൻ ഈക്വൽ ടു പി ആയിരിക്കണം ഓർ എൻ ഈക്വൽ ടു 1 ആയിരിക്കണം. രണ്ട് കേസിലും എന്താ ഉണ്ടാവുക? ഈ ആൾ ആരാവും? എൻ ഈക്വൽ ടു ഒന്നെങ്കിൽ z ആയി മാറും അല്ലെങ്കിൽ n പി സെഡ് ആയി മാറും, അല്ലേ? ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടിയപ്പോൾ എല്ലാ പി സെറ്റുകളും എന്തായിരിക്കും? പ്രൈം. എല്ലാ പി സെറ്റുകളും എന്ത് ഐഡിയലായി മാറി? മാക്സിമൽ ഐഡിയലായി. സോ നമുക്ക് എക്സാമ്പിളായി ആൾറെഡി ആരുടെ? എവരി പി സെഡ് ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ നോക്കാം ഇനി ഒരു എക്സാമ്പിൾ. 4z മാക്സിമൽ ഐഡിയലാകുമോ? എന്താ? 4z സബ്സെറ്റ് ഓഫ് സം n സബ്സെറ്റ് ഓഫ് സം z എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഇയാളെക്കൊണ്ട് എങ്ങനെ ഇരിക്കുക? സം എൻ സെഡ് എന്ന് പറഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് n ഡിവൈഡ്സ് 4 ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറ്റും, അല്ലേ? അതായത് n എന്ത് ചോയ്സ് ഉണ്ട്? n ക്യാൻ ബി ഈക്വൽ ടു 4, n ക്യാൻ ബി ഈക്വൽ ടു 2 ഓർ n ക്യാൻ ബി ഈക്വൽ ടു 1. n 4 ആയി നമ്മൾ എടുക്കില്ല, n ഈക്വൽ ടു 1 എടുക്കില്ല. കാരണം n ഈക്വൽ ടു 4 എടുത്താൽ 4z കിട്ടും, n ഈക്വൽ ടു 1 എടുത്താൽ z കിട്ടും. സോ n ഈക്വൽ ടു 2z എടുക്കാം. ദാറ്റ് ഈസ് 4z സബ്സെറ്റ് ഓഫ് 2z സബ്സെറ്റ് ഓഫ് z. ദാറ്റ് ഈസ് എന്ത് കിട്ടി? 4z ഈസ് നോട്ട് മാക്സിമൽ. ഓക്കെ, സോ പി സെഡുകൾ മാത്രമേ മാക്സിമൽ ഐഡിയൽ ആവുള്ളൂ. സിമിലർലി നമുക്ക് 6z 8z ഒക്കെ എന്ത് പറയാം? മാക്സിമൽ ഐഡിയൽ അല്ല എന്ന് പറയാൻ പറ്റും. So പറയുന്നത് let p be a prime number, positive number, then z by p is squared by p z quotient isomorphic to zb. Z is an abelian group. Every subgroup is a normal subgroup. അല്ലേ? abelian ആയതുകൊണ്ട് എല്ലാ സബ്ഗ്രൂപ്പും നോർമൽ സബ്ഗ്രൂപ്പാണ്. We said that pz is a maximal proper subgroup of z. Since pz is an ideal of z, it follows that pz is a maximal ideal of z. Okay, that z quotient pz is isomorphic to the ring zp, and zp is actually a field. So set over pz is a field. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ഒരു തിയറത്തിൽ ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സെറ്റ് ബൈ പി സെറ്റ്. സെറ്റ് കോഷ്യൻ പി സെറ്റ് ആരോട് ഐസോമോർഫിക് ആണ് നമുക്കറിയാം. ഐസോമോർഫിക് ടു ആരാ?
ZP ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് VZ എന്തായിരുന്നു? ഒരു മാക്സിമൽ ഐഡിയൽ ആയിരുന്നു. അപ്പോൾ തിയറാക്കി മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. M is a maximal ideal if and only if set quotient M is a or സെറ്റ് എടുക്കണമെന്നില്ല, R ജനറൽ കേസിൽ പറയാം, R/M quotient M is a field. ഓക്കെ, സോ തിയറത്തിൽ നമ്മൾ പറയുന്നു. അടുത്തത് let R be a commutative ring with unity, then M is a maximal ideal if and only if R quotient M is a field or the factor ring is a field. സോ ഇതെല്ലാ പരീക്ഷകൾക്കും വരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് 2 പാർട്ടും പ്രൂവ് ചെയ്യണം. ആദ്യത്തെ പാർട്ടിൽ M മാക്സിമൽ ഐഡിയലാണെന്ന് എടുത്തിട്ട് R/M ഫീൽഡാണെന്ന് കാണിക്കണം. തിരിച്ചടുത്തതിൽ R/M ഫീൽഡാണെന്ന് എടുത്തിട്ട് M മാക്സിമലാണെന്ന് കാണിക്കണം. ഓക്കെ, അടുത്തെന്താണ് അപ്പോൾ എന്താ കാണിക്കുക? സപ്പോസ് M is a maximal ideal in R. M മാക്സിമൽ ഐഡിയലാണെന്ന് എടുത്തു. ഓക്കെ, observe that R is a commutative ring with unity, then R quotient M is also a non-zero commutative ring with unity. ഓക്കെ, M കമ്മ്യൂട്ടേറ്റീവ് റിംഗ് യൂണിറ്റി ആയതുകൊണ്ട് ദ ഫാക്ടർ റിംഗ് എന്തായിരിക്കും? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഇനി M മാക്സിമൽ ആയതുകൊണ്ടാണ് R quotient M എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം M not equal to R ആണ്. ഓക്കെ, if only you can see M not equal to R ആണ്. ഓക്കെ, സോ ഇൻ വിച്ച് ഇസ് ദ കേസ് when M is maximal. M മാക്സിമൽ എന്നുള്ള ഡെഫിനിഷൻ ഉപയോഗിച്ചു, അത്ര ഉപയോഗിച്ചിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ലെറ്റ് A plus M belongs to R/M എടുത്തു. ഓക്കെ, A plus M R/M ഒരു എലിമെൻറ്റ് എടുക്കാൻ പറ്റും. കാരണം എന്താണ് പറഞ്ഞിട്ടുള്ള പ്രകാരം R/M നോൺ സീറോ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, നമ്മൾ ആൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. വിത്ത് A not equal to M. ഓക്കെ, സോ ദാറ്റ് A plus M ഈസ് നോട്ട് എ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ R/M. നമ്മൾ പറയുകയാണ് A നോട്ട് എലമെൻറ്റ് ഓഫ് M അല്ല. നമുക്കറിയാം എന്ത് എമ്മിലെ എലമെൻറ്റ് അല്ലെങ്കിൽ A plus M എന്താവില്ല? A plus M നോട്ട് ഈക്വൽ ടു 0 plus M. A plus M ഈക്വൽ ടു 0 plus M ആണെങ്കിൽ A ബിലോങ്സ് ടു എവിടുത്തെ എലമെൻ്റ് ആവും? എമ്മിലെ ആളാവും അല്ലേ? ഇപ്പോൾ എവിടെ എന്തല്ല A does not belongs to M ആണ്. സോ സിൻസ് A does not belongs to M, so that A plus M is not a additive identity element in R/M. Suppose A plus M has no multiplicative inverse in R/M. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് ആലോചിക്കുക. R/M ഫീൽഡാണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആദ്യം അസ്യൂം ചെയ്യുന്നു തൽക്കാലം R/M-നകത്തുള്ള ഒരു നോൺ സീറോ എലമെൻ്റ് എടുത്തു. ആ നോൺ സീറോ എലമെൻറ്റിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റിയാൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യണത്? ആ റിങ്ങിനകത്തുള്ള, അതായത് ഫാക്ടർ റിംഗ് R/M-നകത്തുള്ള എല്ലാ നോൺ സീറോ എലമെൻറ്റിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തായി മാറും? R/M അല്ലെങ്കിൽ R/M എന്ന് പറഞ്ഞ ഫാക്ടർ റിങ് ഒരു ഫീൽഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ തൽക്കാലം അസ്യൂം ചെയ്യണമെന്ത്? A plus M എന്ന് പറഞ്ഞ നോൺ സീറോ എലമെൻറ്റിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല എന്ന് വിചാരിക്കുന്നു. സപ്പോസ് A plus M ഹാസ് നോ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇൻ R/M. നമ്മളൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ദ R quotient M ഇൻറ്റു A plus M. അതായത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ R plus M ഇൻറ്റു A plus M ഫോർ R plus M എലമെൻറ്റ് ഓഫ് R/M. ഓക്കെ, ഇതൊരു എപ്പോഴും ഒരു ഐഡിയൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏത് റിങ് എടുത്താലും നമ്മൾ റിങ്ങിൽ ലെറ്റ് A ബിലോങ്സ് ടു ദ റിങ് R ആണെങ്കിൽ ഈ സെറ്റ് ദ സെറ്റ് ഓഫ് ഓൾ RA സെറ്റ് R ബിലോങ്സ് ടു R എന്ന് പറയുന്നത് ഒരു റിങ് ആയിരിക്കും, എപ്പോഴും ഒരു ഐഡിയൽ ആയിരിക്കും. ഓക്കെ, എന്നുവെച്ചാൽ എങ്ങനെ പ്രൂവ് ചെയ്യാം? ഐഡിയൽ ആവണമെങ്കിൽ ഫസ്റ്റ് ഇത് നമ്മൾ I എന്നാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ ഫസ്റ്റ് എന്തായിരിക്കണം? I പ്ലസ് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അതിങ്ങനെ ചെക്ക് ചെയ്യുക. അബീലിയൻ ആണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വരും, കാരണം റിങ് എടുത്തിട്ടുള്ളത് കമ്മ്യൂട്ടേറ്റീവ് റിങ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി എന്താ? സം R1A പ്ലസ് R2 അല്ലെങ്കിൽ R1A പ്ലസ് R2, R1A മൈനസ് R2A എടുത്താൽ വീണ്ടും എന്തായിരിക്കും? അത് R1 മൈനസ് R2 ഇൻറ്റു A ആയിരിക്കും ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് അല്ലേ? ദാറ്റ് ഈസ് ദിസ് ബിലോങ്സ് ടു വീണ്ടും ഐയിലെ എലമെൻ്റ് ആയി. ദാറ്റ് ഈസ് I പ്ലസ് ഈസ് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പ് ആയി. ഓക്കെ, അഡിറ്റീവ് അബീലിയൻ ഗ്രൂപ്പായി അല്ലേ? ഇനി എന്താ കാണിക്കണ്ടേ? ഇതിനകത്തുള്ള ഒരാളെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? വേറെ റിംഗ് എലമെൻറ്റ് R1 ഇൻറ്റു RA ചെയ്ത് എന്തുണ്ടാവുക? R1 R ഇൻറ്റു A വരിക ബൈ
by associative property of multiplication. അത് വീണ്ടും എവിടുത്തെ എലമെൻ്റായി മാറും? ദിസ് ബിലോങ്സ് ടു എലമെൻറ്റ് ഓഫ് ഐ ആവും. കാരണം R1 R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു R2 എന്ന് പറഞ്ഞിട്ട് എഴുതാം, സം R2 × A എന്ന് എഴുതാം അല്ലേ. സോ വീണ്ടും എവിടുത്തെ എലമെൻ്റായി മാറി? ഐ എലമെൻ്റായി മാറി. ദാറ്റ് ഈസ് ഈ ഐ ഐഡിയൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഐഡിയൽ നമ്മൾ പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയലിനെ, പ്രിൻസിപ്പൽ ഐഡിയൽ, ദ ഐഡിയൽ ജനറേറ്റഡ് ബൈ എ. അങ്ങനത്തെ ആളിനെ പ്രിൻസിപ്പൽ ഐഡിയൽ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ ഐഡിയൽ. ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിലും പേടിക്കേണ്ട, നമുക്കിനി അങ്ങോട്ട് വരാൻ പോകുന്ന ഭാഗത്ത് എന്തായാലും ഉണ്ടാവും. ഇത് നമ്മളിവിടെ ആദ്യമേ കാണുന്നു മാത്രം. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടിയ ആൾ എന്തായി മാറും? ദ R + M × A + M, R + M belongs to R/M is an ഉറപ്പായിട്ട് ഈ സെലക്ഷനിൽ ആരുണ്ടാവില്ല? ഡസ് നോട്ട് ബിലോങ്സ് ടു 1 + M. കാരണം എന്താ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല എന്നാണ് നമ്മൾ സംശയം എടുത്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഈസിലി സീ ദാറ്റ് R/M × A + M ഈസ് ആൻ ഐഡിയൽ ഓഫ് R/M. ആ ഈസിലി സീൻ ദാറ്റിൻ്റെ പ്രൂഫാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഏത് റിങ്ങിലെ ഒരു എലമെൻ്റ് എടുത്താലും അതിൻ്റെ RA റിങ്ങിലെ എല്ലാ ആൾക്കാരെയും കൊണ്ട് എന്ത് ചെയ്യുക? RA എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. RA എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫോർ എവരി R എലമെൻറ്റ് ഓഫ് R എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആരാ? ഇങ്ങനെ ഉദ്ദേശിച്ചത് എന്താണ്? എ റിങ്ങിലെ ഓരോ എലമെൻറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? റിങ്ങിലെ ഓരോ എലമെൻറ്റിനെയും അതുകൊണ്ട് ആര് മൾട്ടിപ്ലൈ ചെയ്യുക? എ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് A + M എന്ന് പറഞ്ഞ എലമെൻറ്റിനെ എന്ത് ചെയ്യുക? ആ R കോഷ്യൻ എമ്മിലെ ഫാക്ടർ റിങ്ങിലെ എല്ലാ എലമെൻറ്റ്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ then it is non-trivial. Then it is a non-trivial because A does not belongs to M. A does not belongs to M ആയതുകൊണ്ട് ഉറപ്പായിട്ടും എന്താണത്? അത് ഒരു നോൺ ട്രിവിയൽ ഐഡിയൽ എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതിനകത്ത് എക്സ്ട്രാ ഉറപ്പായിട്ടൊരു എലമെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് എ പ്രോപ്പർ ഐഡിയൽ. എന്തുകൊണ്ടാണ് പ്രോപ്പർ ഐഡിയൽ ആവണേ? പ്രോപ്പർ ഐഡിയൽ ആവാനുള്ള കാരണം തന്നിരിക്കണ A + M എന്ന് പറയുന്നത് എന്തല്ല? ഒരു യൂണിറ്റ് അല്ല, അല്ലെങ്കിൽ അതിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല എന്നാണ് അസംഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും 1 + M എവിടെ ഉണ്ടാവില്ല? നമ്മുടെ R കോഷ്യൻ എമ്മിനകത്ത് ഉണ്ടാവില്ല. സോ അതൊരു പ്രോപ്പർ ഐഡിയൽ ആയിരിക്കും. ഓക്കെ, നൗ നമുക്കൊരു മാപ്പിംഗ് ഉണ്ട്. ഗാമ ഫ്രം R to R/M ഒരു കാനോണിക്കൽ ഹോമോമോർഫ്സ് ഉണ്ട് അല്ലേ? ഇവിടെ നിന്ന് നമ്മുടെ ആറിന്ന് R കോഷ്യൻ്റെ എമ്മിലോട്ട്. ദെൻ ദ ഗാമ ഇൻവേഴ്സ് ഓഫ് R/M ഓഫ് A + M എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് തന്നിട്ടുള്ള മാപ്പ്, ഏത് മാപ്പിനെ കുറിച്ച് പറയണത്? അവർ ദ കാനോണിക്കൽ ഹോമോമോർഫ്സിൻ്റെ മാപ്പ് ഗാമ ഫ്രം R to R കോഷ്യൻ M എന്ന് പറഞ്ഞ മാപ്പ്. മാപ്പ് ഇങ്ങനെ മാപ്പ് ചെയ്യുക. A goes to A + M മാപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഗാമ ഇൻവേഴ്സ് എന്തെടുക്കാനാണ് അവർ പറയുന്നത്? ഒരു ഹോമോമോർഫ്സ് ആയിരിക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ള ആ തിയറത്തിൽ. അപ്പോൾ ഗാമ ഇൻവേഴ്സ് ഓഫ് ആരെ എടുക്കാനാണ് പറയണത്? നമ്മൾ നേരത്തെ എടുത്ത ആ കളക്ഷൻ A + M ഇൻറ്റു ഇതെടുക്കാനാണ് പറയണത് അല്ലേ? നോക്കുക എന്താ പറഞ്ഞിട്ട് നമ്മളിത് ഗാമ ഇൻവേഴ്സ് ഓഫ് ആരെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഗാമ ഇൻവേഴ്സ് ഓഫ് R/M ഓഫ് A + M എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇറ്റ്സ് എ പ്രോപ്പർ ഐഡിയൽ ഓഫ് R കണ്ടെയ്നിങ് M. അതെന്തുകൊണ്ടാണ്? ഇയാളുടെ ഗാമ ഇൻവേഴ്സ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഏത് ഐഡിയൽ എടുത്താലും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഏത് ഐഡിയൽ എടുത്താലും ആ ഐഡിയലിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാകുന്ന എലമെൻ്റാണ് 0 എന്ന് പറയുന്നത് അല്ലേ? കാരണം ഐഡിയൽ എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ് അല്ലേ? അപ്പോൾ ഇയാൾ ആരാ? A + M ഇൻറ്റു R/M എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ഐഡിയൽ ആരുടെയാണ്? R/Mൻ്റെ പ്രിൻസിപ്പൽ ഐഡിയലാണ് അല്ലേ? ആ ഐഡിയൽ ആയതുകൊണ്ട് ഉറപ്പായിട്ടും 0 + M എന്ന് പറഞ്ഞ എലമെൻറ്റ് 0 + M എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉറപ്പായിട്ടും എവിടെയുണ്ട്? ഈ തന്നിരിക്കുന്ന ഇതിനെ മൊത്തത്തിൽ I എന്ന് വിളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇതിനകത്തുണ്ട് അല്ലേ? 0 + M ഇതിനകത്തുണ്ട്. 0 + M ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 0 + Mൻ്റെ ഇൻവേഴ്സ് എന്താ ഞാൻ പറഞ്ഞിട്ടുള്ള ശ്രദ്ധിക്കുക. A + M ഇൻറ്റു R/M എന്ന് പറയുന്നത് ഐഡിയൽ ആയതുകൊണ്ട് എല്ലാ ഐഡിയലിനകത്തും ആരുണ്ട്? അഡിറ്റീവ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉള്ളത് കൊണ്ട് 0 + M എന്ന് പറഞ്ഞ R/Mലെ അഡിറ്റീവ് എലമെൻറ്റ് എവിടെ ഉണ്ടാവും? ഈ ഐഡിയലിനകത്തും ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് 0 + M ബിലോങ്സ് ടു A + M ഇൻറ്റു R കോഷ്യൻ്റെ എമ്മിനകത്ത് ഉണ്ട്. അതുകൊണ്ട്
0 പ്ലസ് എമ്മിൻ്റെ ഇൻവേഴ്സ് എന്താണെന്ന് നോക്കുക. ഡ്യൂ ടു ദിസ് ഗാമ ഇൻവേഴ്സ് മാപ്പിംഗ്. എന്തായിരുന്നു മാപ്പ്? ഗാമ ഇൻവേഴ്സ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഇവിടുന്ന് എ എവിടേക്കാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്? എ പ്ലസ് എമ്മിലോട്ടാണ് മാപ്പ് ചെയ്തിട്ടുള്ളത് അല്ലേ? ദാറ്റ് ഈസ് ആരെ കിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി? ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ എമ്മിലോട്ട് 0 പ്ലസ് എമ്മിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്നത് ആ എലമെൻറ്റ്സിനെയാണ് കിട്ടുക അല്ലേ? ഏതൊക്കെ എലമെൻറ്റ്സാണ് 0 പ്ലസ് എമ്മിലോട്ട് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക? എമ്മിലെ എല്ലാ എലമെൻറ്റ്സും എവിടേക്കാണ് മാപ്പ് ചെയ്യപ്പെടുക? 0 പ്ലസ് എമ്മിലോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുക അല്ലേ? ദാറ്റ് ഈസ് ഗാമ ഇൻവേഴ്സ് ഓഫ് 0 പ്ലസ് എം എടുത്താൽ തന്നെ ആരെ കിട്ടി നിങ്ങൾക്ക്? ദാറ്റ് ഈസ് എം ഈസ് കണ്ടെയ്ൻഡ് ഇൻ സ്ട്രിക്ട്ലി കണ്ടെയ്ൻഡ് ഇൻ ഗാമ ഇൻവേഴ്സ് ഓഫ് 0 പ്ലസ് എം ആണ് അല്ലേ? പക്ഷെ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഐഡിയലിൻ്റെ പ്രത്യേകത എന്താ? നമ്മളിവിടെ എടുത്തിട്ടുള്ള എ പ്ലസ് ഇൻറ്റു ആർ ബൈ എം എന്ന് പറയണത് എന്തെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ട്രിവിയൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ട്രിവിയൽ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഗാമ ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് എം ഇൻറ്റു ആർ കോഷ്യൻ്റ് എം എന്ന് പറയണത് ആരെ കണ്ടെയ്ൻ ചെയ്യും? സ്ട്രിക്ട്ലി ഇയാൾ സ്ട്രിക്ട്ലി ആരെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും? ഉറപ്പായിട്ടും ഈ ആൾ ഉറപ്പായിട്ടും എമ്മിനെ എന്ത് ചെയ്യും? കണ്ടെയ്ൻ ചെയ്യും. ദാറ്റ് മീൻസ് ഇയാൾ എന്തായി മാറും? എമ്മിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പുതിയൊരു ഐഡിയൽ എൻ ആയി മാറും, വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് ആർ ആയിട്ട് വരും. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ്? നമ്മളെടുത്തുള്ള അസംപ്ഷൻ പ്രകാരം എം എന്തായിരുന്നു? മാക്സിമൽ ഐഡിയൽ ആയിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് എൻ നോട്ട് ഈക്വൽ ടു ആറാന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? കാരണം നമ്മൾ പറഞ്ഞ പ്രകാരം എ പ്ലസ് എം ഇൻറ്റു ആർ ബൈ എം എന്തുമല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? നോട്ട് ഈക്വൽ ടു ആരാ? ആർ ബൈ എം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ ബൈ എമ്മിൻ്റെ മൊത്തത്തിലുള്ള ഗാമ ഇൻവേഴ്സ് ഓഫ് ആർ ബൈ എം എടുത്താലേ ആര് വരുള്ളൂ? 6 വരുള്ളൂ. സോ നമ്മുടേത് പ്രകാരം ഗാമ ഇൻവേഴ്സ് ഓഫ് എ പ്ലസ് എം ഇൻറ്റു ആർ ബൈ എം എടുത്താൽ കിട്ടുന്ന എൻ ആയിരിക്കും. ആ എന്നിൻ്റെ പ്രത്യേകത എം കണ്ടെയ്ൻസ് എൻ സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്കിവിടെ പ്രൂവ് ചെയ്യാം. ആറിന്ന് ആർ ഡാഷിലോട്ട് ഒരു ഹോമോമോർഫിസം ഉണ്ടെങ്കിൽ ഐ സബ്സെറ്റ് ഓഫ് ഐ ഡാഷ് എന്ന് വിളിക്കാം. ഐ ഡാഷ് സബ്സെറ്റ് ഓഫ് സബ്സെറ്റ് അല്ല, ഐ ഡാഷ് ഇസ് ആൻ ഐഡിയൽ ഓഫ് ആർ ഡാഷ് ആണെങ്കിൽ അതിൻ്റെ ഫൈ ഇൻവേഴ്സ് ഓഫ് ഐ ഡാഷ് എന്ന് പറയണത് ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഐഡിയലിൻ്റെ ഇൻവേഴ്സ് മാപ്പ് എന്തായിരിക്കുന്ന പറയണത്? ഐഡിയൽ ആയിരിക്കുന്ന പറയണത്. ഓക്കെ, എങ്ങനെ പ്രൂവ് ചെയ്യുക? ലെറ്റ് x, y belongs to gamma inverse of I dash. ഗാമ ഇൻവേഴ്സ് ഞാൻ 5 ആണ് മാപ്പ് എടുത്തിട്ടുകൊണ്ട് 5 ഇൻവേഴ്സ് എടുത്തു. ഓക്കെ, അപ്പോൾ എന്താ വരിക? x belongs to 5 ഇൻവേഴ്സ് ഓഫ് ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദാറ്റ് ഇംപ്ലൈസ് എന്താ അർത്ഥം? 5 ഓഫ് എക്സ് ബിലോങ്സ് ടു ഐ ഡാഷ് എന്നല്ലേ അർത്ഥം അല്ലേ? y belongs to 5 ഇൻവേഴ്സ് ഓഫ് ഐ ഡാഷ് എന്ന് പറഞ്ഞ അർത്ഥം 5 ഓഫ് y ബിലോങ്സ് ടു ഐ ഡാഷ് ആണ് അല്ലേ? സോ ക്ലിയർലി 5 ഓഫ് എക്സ് മൈനസ് 5 ഓഫ് y എവിടെ ഉണ്ടാവും? ഐ ഡാഷിലുണ്ടാവും. കാരണം ഐ ഡാഷ് ഒരു ഐഡിയൽ ആയതുകൊണ്ട് അണ്ടർ അഡീഷൻ അബീലിയൻ ഗ്രൂപ്പാണ്. സോ രണ്ട് എലമെൻറ്റ്സിന് ഡിഫറൻസ് എടുത്താലും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പക്ഷേ ഹോമോമോർഫസ് ആയതുകൊണ്ട് ഇതിനെ എങ്ങനെ എഴുതാം? 5 ഓഫ് എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു എന്താണെന്ന് എഴുതാം? ഐ ഡാഷ് ആണെന്ന് എഴുതാം. 5 ഓഫ് എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു ഐ ഡാഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യത്തിൽ എന്താ? എക്സ് മൈനസ് വൈ ബിലോങ്സ് ടു 5 ഇൻവേഴ്സ് ഓഫ് ഐ ഡാഷ് എന്നാണ് അർത്ഥം അല്ലേ? സോ അണ്ടർ അഡീഷൻ പ്രകാരം ആര് ക്ലോസ്ഡ് ആയി? 5 ഇൻവേഴ്സ് ഓഫ് ഐ ഡാഷ് ക്ലോസ്ഡ് ആയി. ഇനി എന്താ വേണ്ടത്? നമ്മൾ ഐഡിയലിൻ്റെ എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും വീണ്ടും ആ സെറ്റ് തന്നെ പോവുകയാണെങ്കിൽ ഐഡിയൽ എന്ന് വിളിക്കും അല്ലേ? ഓക്കെ, ലെറ്റ് എക്സ് ബിലോങ്സ് ടു 5 ഇൻവേഴ്സ് ഓഫ് ഐ ഡാഷ് എടുത്തു. ലെറ്റ് സം കെ ബിലോങ്സ് ടു
k belongs to R എടുത്തു, k into x ഗുണിച്ചു. ഓക്കെ, നോക്കുക വേർ ഈസ് ഫൈ ഓഫ് കെ എക്സ് ഗോസ്. ഫൈ ഓഫ് കെ എക്സിൻ്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ഫൈ ഓഫ് കെ എക്സ് എന്ന് സംഭവിക്കുക കെ ഇൻറ്റു അത് ഫൈ ഓഫ് കെ ഇൻറ്റു ഫൈ ഓഫ് എക്സ് ആയിരിക്കും അല്ലേ. ഫൈ ഓഫ് എക്സ് അവിടുത്തെ എലമെൻറ്റാ. ഫൈ ഓഫ് എക്സ് ഡെഫിനിഷൻ പ്രകാരം ഫൈ ഓഫ് എക്സ് ബിലോങ്സ് ടു എവിടെയാണ്? ഐ ഡാഷ് ആണ്. ഐ ഡാഷ് ഐഡിയൽ ആയതുകൊണ്ട് എന്ത് പറയാൻ പറ്റും? ഏത് എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എവിടേക്ക് തന്നെ വരും? തിരിച്ച് ഐ ഡാഷിനകത്തേക്ക് തന്നെ പോകും അല്ലേ. ദാറ്റ് ഈസ് ഫൈ ഓഫ് കെ എക്സ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഐ ഡാഷിലെ എലമെൻ്റായി മാറി അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടി? കെ എക്സ് ബിലോങ്സ് ടു ഫൈ ഇൻവേഴ്സ് ഓഫ് ഐ ഡാഷ് ഐ. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി? ഒരു ഐഡിയൽ ഫൈ ഫ്രം ഐ ടു ആർ ഡാഷ് എടുക്കുകയാണെങ്കിൽ ഏത് ഐഡിയൽ ആർ ഡാഷിലെടുത്താലും അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി അതൊരു ഐഡിയലായിട്ട് മാറും. ഓക്കെ, സോ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താണ്? Phi inverse of R by M plus I plus M is a proper ideal of R containing M. This contradicts the assumption that M is a maximal ideal. A plus M must have a multiplicative inverse in R by M. Okay, so നമ്മുടെ assumption wrong ആണ്. A plus M ന് ഒരു multiplicative inverse ഉണ്ടായേ പറ്റുള്ളൂ. ഇനി എൻ്റെ കോൺവേഴ്സ് പാർട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കുക? കോൺവേഴ്സ് പാർട്ട് നമ്മൾ എന്താ എടുക്കുക? കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് R by M is a field ആണ് എടുത്തു. ഓക്കെ, നൗ നമുക്ക് എന്താ അറിയാം? If N is an ideal of R such that M subset of N subset of R ആണെന്ന് വിചാരിച്ചു. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എം മാക്സിമൽ ഐഡിയൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. എം മാക്സിമൽ ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുക എം സബ്സെറ്റ് ഓഫ് എൻ സബ്സെറ്റ് ഓഫ് ആർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? എൻ ഈക്വൽ ടു എന്നും അതുപോലെ എൻ ഈക്വൽ ടു അല്ലെങ്കിൽ ആറാണ് കിട്ടണം അല്ലേ. ഓക്കെ, നോക്കുക എന്താ സംഭവിക്കണേ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കാമ ഈസ് എ കാനോണിക്കൽ ഹോമോമോർഫിസം ഓഫ് ആർ ഓൺ ടു ആർ ബൈ എം അല്ലേ. ദെൻ ഗാമ ഓഫ് എൻ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ ബൈ എം. ഏതാ? അതായത് ആറിലെ ഒരു ഐഡിയൽ എടുത്താൽ അതിൻ്റെ ഇമേജാണ് ഇവിടെ നോക്കുന്നത്, ആർ ഡാഷിൽ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഐഡിയലാണ് എൻ എങ്കിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമ ഓഫ് എൻ നോക്കുകയാണ്. എന്താ കിട്ടുക? എൻ ഇവിടുത്തെ ഐഡിയൽ ആയതുകൊണ്ട് ഗാമ ഓഫ് എൻ എന്ന് പറയുന്നത് ആർ ബൈ എമ്മിൻ്റെ ഐഡിയൽ ആയിരിക്കും. അതായത് അപ്പോൾ ഇയാൾ എന്ത് കിട്ടി? പ്രത്യേകത കിട്ടപ്പോൾ ദിസ് ഈസ് സിംഗിൾട്ടൺ 0 പ്ലസ് എമ്മിനേക്കാളും വലുതാണ് ഗാമ ഓഫ് എന്നേക്കാൾ, അതിനും ആർ ബൈ എമ്മിൻ്റെ ഇടയിലാണെന്നുള്ളത് കിട്ടും അല്ലേ. ബട്ട് ദിസ് ഈസ് എ കോൺട്രഡിക്റ്റ് അവർ അസംഷൻ ദാറ്റ് എന്ത് ആർ ബൈ എം ഫീൽഡ് ആണെങ്കിൽ അതിന് പ്രോപ്പർ ഐഡിയൽസ് മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ അതിന് കോൺട്രഡിക്ഷൻ ആവും. സോ ആർ ബൈ എം ഇസ് എ ഫീൽഡ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വരണേ സംശയമുണ്ടോ? നമ്മളെങ്ങനെ എടുത്തിട്ടുള്ളത്? എം സബ്സെറ്റ് ഓഫ് എൻ സബ്സെറ്റ് ഓഫ് ആർ സ്ട്രിക്ട്ലി സബ്സെറ്റ് ഓഫ് ആർ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മുടെ മാപ്പിംഗ് എന്തായിരുന്നു? ഗാമ ഫ്രം ആർ ടു ആർ ബൈ എം മാപ്പ് ചെയ്യണത് എ ഗോസ് ടു എ പ്ലസ് എം ആണ് മാപ്പ് ചെയ്യണത്. സോ ഗാമ ഓഫ് എന്നിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല? സ്ട്രിക്ട്ലി ഈക്വൽ ടു ആർ ആവാൻ പറ്റില്ല. കാരണം എൻ സ്ട്രിക്ട്ലി സബ്സെറ്റ് ഓഫ് ആറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഉറപ്പായിട്ടും ഗാമ ഓഫ് എന്നിനകത്ത് ആരുണ്ടാവും? എമ്മിൻ്റെ 0 പ്ലസ് എം സിംഗിൾട്ടൺ 0 പ്ലസ് എം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അല്ലേ. കാരണം ഇവിടെ എമ്മിനേക്കാളും വലുതാണ് ആര്? എൻ. നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്? ഈ എമ്മിനെ മൊത്തം നമ്മൾ എങ്ങോട്ട് മാപ്പ് ചെയ്യും? എം കംപ്ലീറ്റ്ലി മാപ്പ് ടു 0 പ്ലസ് എം ആയിരിക്കും. ഈ 0 പ്ലസ് എം എന്ന് പറയുന്നത് ഗാമ ഓഫ് എൻ എന്ന് പറഞ്ഞ ഐഡിയലിനകത്ത് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താ പറയാം? അപ്പോൾ 0 പ്ലസ് എമ്മിനേക്കാളും എന്ന് പറഞ്ഞ ഐഡിയലിനേക്കാളും വലുതാണ് ഓട്ടോമാറ്റിക്കലി ആര്? ഗാമ ഓഫ് എൻ. അതിൻ്റെ അത് ആരുടെ സബ്സെറ്റാണ്? ആർ ബൈ എമ്മിൻ്റെ. ആർ ബൈ എം ആണ്. ആർ ബൈ എമ്മിൻ്റെ സബ്സെറ്റും ആവുമെന്നും പറയാം. ഓക്കെ, അതായത് ഗാമ ഓഫ് എന്നിന് ഒരിക്കലും എന്താവാൻ പറ്റില്ല? ആർ കോഷ്യൻ്റ് എം ആവാൻ പറ്റില്ല. കാരണം എൻ സ്ട്രിക്ട്ലി സബ്സെറ്റ് ഓഫ് ആറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, സോ ഇവിടെ എന്ത് കിട്ടി? സിംഗിൾട്ടൺ 0 പ്ലസ് എം സബ്സെറ്റ് ഓഫ് ഗാമ ഓഫ് എൻ സബ്സെറ്റ് ഓഫ് ആർ ബൈ എം ആയിട്ട് മാറി അല്ലേ. അപ്പോൾ എന്തായി? നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഗാമ ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് കാണിച്ചു. ഗാമ ഓഫ് എൻ എന്ന് പറയുന്നത്
ഇതിൻ്റെ ആർ എമ്മിൻ്റെ ഒരു പ്രോപ്പർ ഐഡിയൽ എന്നുള്ളത് നമ്മൾ കാണിച്ചു. പക്ഷേ ആർ കോഷ്യൻ്റ് എമ്മിന് പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളെടുത്തിട്ടുള്ള ആർ എം ബൈ എം ഫീൽഡാന്നുള്ള അസംഷൻ എന്ന് പറയുന്നത്. സോ നമ്മളെടുത്ത അസംഷൻ ഇത് റോങ് ഉണ്ട്. ആ റോങ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ആൾ എന്താണ്, ഇതൊരു ഇടയിൽ ഒരു ഐഡിയൽ ഉണ്ടാവാൻ പറ്റില്ല. എൻ എന്ന് പറഞ്ഞൊരു എമ്മിനും ആറിനും ഇടയിൽ ഒരു എൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർ ഐഡിയൽ ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് എൻ ഒന്നുകിൽ ആറായിരിക്കണം അല്ലെങ്കിൽ എൻ എം ആയിരിക്കണം. ദാറ്റ് മീൻസ് എം ഒരു മാക്സിമൽ ഐഡിയലായി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഫ്രം ആർ ടു ആർ ഡാഷ് ആണെങ്കിൽ ഫൈ ഓഫ് ഐ ഐഡിയൽ ഓഫ് ആർ ആണെങ്കിൽ ഫൈ ഓഫ് ഐ ഐഡിയൽ ഓഫ് ഇമേജ് ആണെന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാത്? ഫൈ ഓഫ് ഐയിൽ 2 എലമെൻറ്റ്സ് എടുക്കുക. ലെറ്റ് x1, x2 ബിലോങ്സ് ടു ഫൈ ഓഫ് ഐ. ഇതിൻ്റെ അർത്ഥം എന്താ? x1 ഈക്വൽ ടു സം ഫൈ ഓഫ് y1, x2 ഈക്വൽ ടു ഫൈ ഓഫ് y2 where y1, y2 belongs to I. സോ x1 മൈനസ് x2 എടുത്താൽ എന്തായി മാറും? ദിസ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് y1 മൈനസ് y2 അല്ലെ, ഫൈ ഓഫ് y1 മൈനസ് ഫൈ ഓഫ് y2 ആണ്. ബൈ ഹോമോമോസം പ്രകാരം എന്ത് എഴുതാൻ പറ്റും? ഫൈ ഓഫ് y1 മൈനസ് y2 എഴുതാൻ പറ്റും. പക്ഷേ y1 ഉം y2 ഐയിലെ ആളായതുകൊണ്ട് ഉറപ്പ് പറയാം എന്ത്, y1 മൈനസ് y2 എവിടുത്തെ ആളായിരിക്കും? ഐയിലെ ആളായിരിക്കും. ദാറ്റ് മീൻസ് എന്ത് കിട്ടിയപ്പോൾ ഫൈ ഓഫ് y1 മൈനസ് y2 എവിടുത്തെ എലമെൻ്റായി മാറും? ഫൈ ഓഫ് ഐയിലെ എലമെൻ്റായി മാറും. ദാറ്റ് മീൻസ് ഫൈ ഓഫ് ഐ എന്ന് പറയുന്നത് അണ്ടർ അഡീഷൻ പ്രകാരം അബീലിയൻ ഗ്രൂപ്പാണ്. ഫൈ ഓഫ് ഐ അണ്ടർ അഡീഷൻ പ്രകാരം അബീലിയൻ ഗ്രൂപ്പായി മാറി. ഓക്കെ, ഇനി എന്താ കാണിക്കണ്ടേ? ഫൈ ഓഫ് ഐ എലമെൻറ്റിനെ ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇമേജിലെ എലമെൻറ്റ് കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, അത് ഇമേജ് ഓഫ് ലെറ്റ് ആർ ബിലോങ്സ് ടു ഫൈ ഓഫ് ആർ എടുത്തു, എക്സ് ബിലോങ്സ് ടു ഫൈ ഓഫ് ഐ എടുത്തു. ആർ ബിലോങ്സ് ടു ഇമേജ് ഓഫ് ആർ എന്ന് പറഞ്ഞ അർത്ഥം ആർ ഈക്വൽ ടു സം ഫൈ ഓഫ് വൈ എന്ന് എഴുതാൻ പറ്റും. വേർ വൈ ബിലോങ്സ് ടു ആർ ആണ്. എക്സ് ബിലോങ്സ് ടു ഫൈ ഓഫ് ഐ എന്ന് പറഞ്ഞ അർത്ഥം എക്സ് ഈക്വൽ ടു സം ഫൈ ഓഫ് x1 ആണ്. വേർ x1 ബിലോങ്സ് ടു ഐ ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ആർ എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇൻറ്റു ഫൈ ഓഫ് x1. ഫൈ ഹോമോമോർഫിസ് ആയതുകൊണ്ട് എങ്ങനെ എഴുതാം ഇതിനെ? ഫൈ ഓഫ് വൈ x1 എഴുതാം അല്ലേ. പക്ഷേ x1 എവിടുത്തെ ആളാണ്? ഐയിലെ ആളാണ്. ഐയുടെ പ്രത്യേകത എന്താ? ഐ ഒരു ഐഡിയലാണ്. ഐഡിയൽ ആയതുകൊണ്ട് എന്തുണ്ടാവും? ഐഡിയലിലെ എലമെൻറ്റിനെ റിങ്ങിലെ ഏത് എലമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എവിടെ തന്നെ ഉണ്ടാവും? അത് വീണ്ടും ഐയിൽ തന്നെ വരും. ദാറ്റ് മീൻസ് എന്ത് കിട്ടിയപ്പോൾ ഫൈ വൈ x1 എവിടുത്തെ എലമെൻറ്റായി മാറും? വീണ്ടും ഐയിലെ ആളായി മാറും അല്ലേ. ദാറ്റ് മീൻസ് ഫൈ ഓഫ് വൈ x1 എവിടുത്തെ എലമെൻറ്റായി മാറി? നമ്മുടെ ഫൈ ഓഫ് ഐയിലെ ആളായി മാറി അല്ലേ. വൈ x1 ഇവിടുത്തെ എലമെൻ്റായി മാറി, ഐത്തെ എലമെൻ്റായി മാറി. കാരണം ഐ ഈസ് ആൻ ഐഡിയൽ ഓഫ് ആർ ആണ്. സോ ഫൈ ഓഫ് വൈ x1 ഇവിടുത്തെ എലമെൻ്റായി മാറി, ഫൈ ഓഫ് ഐയുടെ എലമെൻ്റായി മാറി. ദാറ്റ് മീൻസ് ഫൈ ഓഫ് ഐ ഈസ് ആൻ ഐഡിയൽ എന്ന് വെച്ചാൽ ഐഡിയലിനെ എവിടേക്കാണ് മാപ്പ് ചെയ്യുക? ഇമേജിൻ്റെ ഐഡിയലായിട്ട് അത് മാറും. ഓക്കെ, ആ കാര്യം കൂടി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ ഐഡിയൽ ആയതുകൊണ്ട് ഗാമ ഓഫ് എൻ ഐഡിയലാണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, സോ ഈ തീരത്തോടു കൂടി നമുക്ക് ഈ കാര്യം ഉറപ്പിക്കാം. സെറ്റ് കോഷ്യൻ്റ് എൻ സെറ്റ് ഈസ് ഐസോമോർഫിക് ടു സെഡ് എൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സെഡ് എൻ ഈസ് എ ഫീൽഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഈസ് പ്രൈം. ദാറ്റ് ഈസ് ദ മാക്സിമൽ ഐഡിയൽസ് ഓഫ് സെറ്റ് ആർ പ്രിസൈസ്ലി ദ ഐഡിയൽസ് പി സെഡ്. ഈ തീരത്തിൻ്റെ ഹെൽപ്പോടു കൂടി പറയുകയാണ്. തീരത്തിൽ എം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആർ കോഷ്യൻ്റ് എം ഈസ് എ ഫീൽഡ് അല്ലേ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് സെഡ് ഓവർ എൻ സെഡ് ഫീൽഡായി മാറുക? സെഡ് ഓവർ എൻ സെഡ് ഫീൽഡ് ആവണമെങ്കിൽ എൻ പ്രൈം നമ്പർ ആവണം അല്ലേ. ദാറ്റ് ഈസ് സെഡ് ഓവർ പി സെഡ്
സെറ്റ് പി ആണ്. സെറ്റ് പി ഫീൽഡ് ആയതുകൊണ്ട് എല്ലാ പി സെറ്റുകളും മാക്സിമൽ ഐഡിയൽ ഓഫ് സെറ്റ് ആണ്. ഓക്കെ.